എല്ലാവർക്കും ന്യൂജൻ മാത്ത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. നിങ്ങൾക്ക് വേണ്ടിയുള്ള USSന്റെ മാത്സ് ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും 7 മണിക്ക് നിങ്ങൾക്ക് USSന്റെ മാത്സ് ക്ലാസ് ഈ ചാനലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണുക. അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. തന്നിരിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ USS എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളാണ്. OMR ഷീറ്റിലേക്ക് അർപ്പിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസറാണ് നമുക്ക് വേണ്ടത് ഓപ്ഷനിൽ നിന്ന്. അപ്പോൾ എങ്ങനെ ആയാലും ഓപ്ഷനിൽ ഒരുപാട് കാണുമല്ലേ, 4 ഓപ്ഷൻ കാണും, ആൻസറും കാണും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, നല്ലൊരു മാർക്ക് കിട്ടും. കറക്കി കുത്തിയ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഓപ്ഷൻ ഒന്നും തന്നിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളാണ് USS എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ചോദ്യം എന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ മലയാളം മീഡിയക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇൻ ദ ഫിഗർ, ഈ ചിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈൻസ് ആയിട്ടുള്ള ADയും BCയും 2 വരകളുണ്ട്. ഏതൊക്കെയാ വരകൾ? നിങ്ങൾക്കറിയാം AD എന്ന് പറയുന്നൊരു വരയുണ്ട്, അത് കണക്ക് BC എന്ന് പറയുന്നൊരു വരയുണ്ട്. 2 വരയാണുള്ളത്, ADയും BCയും. ഈ 2 വരയും എന്താണെന്ന് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 2 വരകളും മലയാളം മീഡിയം ഓർത്തിരിക്കുക, സമാന്തര വരകളാണ്. അല്ലയോ? അതാണ്ട് ട്രെയിൻ പാളം പോകുന്ന, കൂട്ടിമുട്ടാതെ പോകുന്ന, ഇങ്ങനെ നീണ്ടു പോകുന്ന 2 വരയാണ് ഏതൊക്കെ, ADയും BCയും. എങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ? ആംഗിൾ ABC കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആംഗിൾ ABC എവിടാ വരുന്നത്? നിങ്ങൾ നോക്കിയേ, ആംഗിൾ ABC ഇതാ ഇവിടുത്തെ ആംഗിളാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ഏത് ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വന്ന ചോദ്യമാണ്? നിങ്ങളുടെ പാരലൽ ലൈൻ, സമാന്തര വരകൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, സമാന്തര വര ചിന്തിക്കണം, അതിനെ കട്ട് ചെയ്യുന്ന വര ചിന്തിക്കണം, ആൾട്ടർനേറ്റ് ആംഗിൾ, മറു കോണുകളും സമാന കോണുകളും അങ്ങനത്തേക്കുള്ള റിലേഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വേണം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പാരലൽ ലൈൻസ് അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാരലൽ ലൈൻ. ഓക്കെയാണ്, ഏതാണ്ട് ADയും BCയും. അതിനെ കട്ട് ചെയ്യുന്ന ആ ചരിഞ്ഞ വരയും നമുക്ക് വേണം. ഇതാണ് അതിനെ കട്ട് ചെയ്യുന്ന വര. ഓക്കെയാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന വരയുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ എവിടെ 70 ഡിഗ്രി വരും? ആൾട്ടർനേറ്റ് ആംഗിൾ. ഇവിടെ 70 വന്നാൽ എവിടെ 70 വരും? ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ എത്ര ഡിഗ്രി വരും? 70 വരും. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ആംഗിൾ അറിയാവുന്ന ആൾക്ക് മാത്രമേ ഇത് ഉത്തരം കൃത്യമായി ചെയ്യാൻ പറ്റൂ. ഇവിടുത്തെ ആംഗിൾ എത്ര വരും? ഇവിടുത്തെ ആംഗിൾ എത്ര വരും? 70 ഡിഗ്രി. എന്താ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ മറുകോണാണത്. അത് രണ്ടും തുല്യമായിരിക്കും. എന്തുകൊണ്ട് അതിനെ മറുകോൺ എന്ന് വിളിക്കുക? നിങ്ങൾക്കറിയാം, ഇത് രണ്ടും പാരലാണ്, അതിനെ കട്ട് ചെയ്യുന്നൊരു ലൈനാണ് ഇതെങ്കിൽ ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും എന്തുവാണ്? ഈക്വൽ ആണ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആർ സെയിം ആണെന്ന് നമുക്ക് അറിയാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതായിരുന്നു? ഇവിടുത്തെ ആംഗിൾ ABC ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്കറിയാം ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ ഈ 50ഉം ഈ 70ഉം ഇവിടുത്തെയും കൂടെ കൂട്ടിയാൽ എത്രയാണ്? ഒരു ത്രികോണത്തിലെ 3 കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ 50 ഉണ്ട്, ഇവിടെ 70 ഉണ്ട്. അപ്പോൾ എത്ര? 120. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആംഗിൾ ABC എത്രയായിരിക്കും? നിങ്ങൾക്ക് പറയാൻ പറ്റും, സിമ്പിളാണ്. നിങ്ങൾക്കറിയാം ഈ 50ഉം ഈ 70ഉം കൂടെ കൂട്ടിയാൽ 120. അങ്ങനെയാണ് ഇവിടെ ഏത് ആംഗിൾ വരും? നിങ്ങൾക്കറിയാം 60 ഡിഗ്രിയാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ ഓപ്ഷനിൽ 60 ഡിഗ്രിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും മനസ്സിലാക്കി ചെയ്യുക. അങ്ങനെ നമ്മുടെ മാത്സിന് 20 ക്വസ്റ്റ്യനാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അങ്ങനെയാണ് ഇതാ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, തന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഒരു ഷേപ്പിൽ പടം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താ ഇവിടുത്തെ റിലേഷൻ? ഇൻ ദ ഫിഗർ നോക്ക്, AB ഈസ് പാരലൽ ടു DE. കണ്ടോ? സമാന്തരമാണ്. ഈ വരയുടെ അർത്ഥം എന്തുവാ? പാരലൽ, സമാന്തരം എന്നാണ്. അപ്പോൾ ABയും DEയുമാണ് ഇവിടെ പാരലൽ, സമാന്തരം. നമുക്ക് കണ്ടെത്തേണ്ടത് ആംഗിൾ C ആണ്. ഇവിടുത്തെ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെയാണ്. അപ്പോൾ ചോദ്യമൊക്കെ മനസ്സിലായി. ഇനി പയ്യെ ചെയ്യണം. അപ്പോൾ നമ്മുടെ പാരലൽ ലൈൻസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് പാരലൽ ലൈൻ? ഈ പോകുന്നത് പാരലൽ ലൈൻ അല്ലയോ? DE എന്ന് പറയുന്ന ഒരു പാരലൽ ലൈനാണ്. ഓക്കെ, അത് കണക്ക് AB എന്ന് പറയുന്നതും ഒരു പാരലൽ ലൈനാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പാരലൽ ലൈനും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എവിടെയാണ് 125? ഇവിടെയാണ് 125 ഡിഗ്രി എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ദാ ഇവിടെ എത്രയായിരിക്കും മക്കളെ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാനൊക്കെ പറ്റും. നോക്ക്, ഈ ലൈനും പാരലാണ്. അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത്. ഇവിടെ 125 ഡിഗ്രി ആണെങ്കിൽ മുകളിൽ ഇവിടെ എത്ര വരുവടാ? എത്ര വരും? ദാ ഈ ഒരു മൂലയിൽ എത്ര വരുമായിരിക്കും? നിങ്ങൾക്കറിയാം ഈ രണ്ട് ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? 180 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിളാണ്, ആന്തര സഹകോണുകൾ എന്ന് മലയാളത്തിൽ പറയും. അതുകൊണ്ട് നിങ്ങൾക്കറിയാം ദാ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? ദാ ഇവിടെ 125 ആണെങ്കിൽ ഇവിടെ എത്ര വരത്തുള്ളൂ? 55 ഡിഗ്രിയാണ് അവിടുത്തെ ആൻസർ. എന്തുകൊണ്ടാണ്? ഈ 55ഉം 125 കൂടെ കൂട്ടിയാൽ 180 വരും. ഓക്കെയാണ്. ഇവിടെ 55 ഡിഗ്രി വന്നാൽ നേരെ ദാ ഇവിടെ എത്ര വരും? നിങ്ങൾക്കറിയാം, ഒരു സംശയം വേണ്ട, ഇവിടെ എന്ത് തന്നെ 55 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ എത്ര വരും? ദാ ഇത് 110 ആണ്, നിങ്ങൾക്കറിയാം. എന്താണ്ട് ഇവിടുത്തെ ആംഗിൾ 110 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അകത്ത്, ഈ ട്രയാങ്കിളിൻ്റെ അകത്ത്, അതാണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ അകത്ത് എത്ര വരുമായിരിക്കും? ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ അകത്ത് എത്ര വരത്തോളൂ? നിങ്ങൾക്കറിയാം, ലീനിയർ പെയർ എന്നറിയാം, രേഖീയ ജോഡി. അതുകൊണ്ട് ഇതിനകത്ത് 70 ഡിഗ്രി വരുമെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ സി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ട്രയാങ്കിൾ ആവുമ്പോൾ 3 ആംഗിൾ കൂടെ കൂട്ടിയാൽ 180. അങ്ങനെയാണെങ്കിൽ ഈ 70ഉം ഈ 55 കൂടെ കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 125 ഡിഗ്രിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എത്രയായിരിക്കും? 180ൽ നിന്നും 125 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും 55 ഡിഗ്രിയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓർത്തിരിക്കുക, ആംഗിൾ സി എന്ന് പറയുന്നത് 55 ഡിഗ്രി വരും. അപ്പോൾ ഇതുപോലെ സമാധാനത്തിൽ പാരൽ ലൈൻ വരച്ചു നോക്കുക, അതിനെ കട്ട് ചെയ്യുന്ന ലൈൻ എടുക്കുക, അതിനകത്ത് റിലേഷൻസ് നോക്കിക്കൊണ്ട് ആംഗിളുകൾ കണ്ടുപിടിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓരോരോ പടിപടിയായിട്ട് നിങ്ങൾ ഉത്തരം ചെയ്യാനായിട്ട് ശ്രമിക്കണം. പല പല ചോദ്യങ്ങളാണ്, നിങ്ങൾക്കറിയാം. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടിയില്ല, പക്ഷേ കോൺഫിഡൻസ് കളയരുത്, നിങ്ങൾ ശ്രമിക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്ത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഉത്തരം പറയാനായിട്ട് ഞാൻ എന്താ ഒരു ചോദ്യം തന്നിരിക്കാം. ഇതാണ് ചോദ്യം. ചോദ്യം എന്ന് പറയുന്ന തന്നിരിക്കുന്ന ചിത്രം ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലെങ്കിൽ ചതുരമാണ്. ചതുരമാണെങ്കിൽ ഏത് ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം? ആംഗിൾ AED എത്ര? അതാ ഈ ആംഗിൾ എത്ര എന്ന് നിങ്ങൾ കണ്ടെത്തി പറയുക കേട്ടോ. മറ്റ് ആംഗിളുകൾ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AED എത്ര എന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്കും സ്വയമേ പഠിക്കാനായിട്ട് വേണ്ടിയാണ് ഞാൻ ഈ ഹോംവർക്ക് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഞാൻ അടുത്ത നാളത്തെ 7 മണിയിലെ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് മറ്റു ചോദ്യങ്ങൾ തരും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾ കാണാൻ വരണം, പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. USS എന്ന സ്കോളർഷിപ്പ് നിങ്ങൾ നേടിയെടുക്കണം. ഓക്കെയാണേ? താങ്ക് യു.